വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. പീരിയഡ്സിന്റെ സമയത്തും ഓവുലേഷന്റെ സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന 4 ഡ്രിങ്ക്സിനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് കേട്ടോ. ഈ 4ഉം നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകീകരിച്ചുകൊണ്ട് എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഡ്രിങ്ക്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് പീരിയഡ്സിന്റെ സമയത്ത് നിന്ന് തന്നെ തുടങ്ങാം. പീരിയഡ്സ് എന്താണെന്ന് എല്ലാവർക്കും തന്നെ ഒരു ധാരണയുണ്ടാകും. നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഓവുലേഷൻ നടന്നതിന് ശേഷം പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയും എന്നാൽ പ്രഗ്നൻസി ആകാതെ വരുമ്പോഴേക്കും എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവുകയും ബ്ലഡും ഒക്കെ കൂടി നമ്മുടെ വജൈന വഴി പുറത്തേക്ക് പോകുന്നതാണ് പീരിയഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു സ്ത്രീക്ക് പ്യൂബേർട്ടി എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പ്യൂബേർട്ടി എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു കുട്ടി പ്രഗ്നന്റ് ആകുന്നത്. ഒരു സ്ത്രീയിലോട്ട് എത്തി അവൾ പ്രഗ്നന്റ് ആകണമെങ്കിൽ ഒരു 10 വർഷമെങ്കിലും മിനിമം എടുക്കുന്നുണ്ടാകും. ആ സമയം വരെ നമുക്ക് ഓരോ മാസവും പീരിയഡ്സ് വരുന്നുണ്ട്. ചിലർക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു മാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഒരു 6 മാസമോ ഒരു കൊല്ലമോ ഒക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ഫസ്റ്റ് ആയിട്ടൊരു പ്യൂബേർട്ടി എത്തിയിട്ടുള്ള ഒരു കുട്ടിക്ക് പീരിയഡ്സ് റെഗുലർ ആയി പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം മുതൽ ഏകദേശം ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 9 വർഷം അടുക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ യൂട്രസിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാകും. യൂട്രസിൽ ഓരോ തവണയും നമുക്ക് ബ്ലഡ് ഉണ്ടാവും, എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആകും, ഇങ്ങനെ ഒരു പ്രവർത്തനം പോയിക്കൊണ്ടേയിരിക്കും. ഈ സമയത്ത് നമ്മൾ പ്രഗ്നൻസി പ്രിപ്പയർ ആകാനായിട്ട് ട്രൈ ചെയ്തിരിക്കുമ്പോൾ അതാകുന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് പീരിയഡ്സിൽ നിന്ന് തന്നെയാണ്. പീരിയഡ്സ് ആകുന്ന സമയത്ത് നമ്മുടെ യൂട്രസിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യണം. അതിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്തിട്ട് വിജയിച്ച ഒരു ടിപ്പാണ് ജിഞ്ചർ വാട്ടർ എന്ന് പറയുന്നത്. ജിഞ്ചറിൽ അടങ്ങിയിട്ടുള്ള ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഒരു ഡിറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ അതിനു മുമ്പുള്ള പീരിയഡ്സിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ബ്ലഡിനെയും അതുപോലെ സ്റ്റെയിൻസിനെയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് യൂട്രസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡിയാൻസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് യൂട്രസിലോട്ട് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. യൂട്രസ് ക്ലീൻ ആവുന്നതനുസരിച്ചിട്ട് ഇപ്പൊ പലർക്കും തന്നെ ആ ഒരു പീരിയഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് സ്പോട്ടിങ്ങോ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു പ്രവർത്തനം നിങ്ങളെ സഹായിക്കുന്നു. ഇനി ഈ ജിഞ്ചർ വാട്ടർ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ജിഞ്ചർ വാട്ടർ ഉപയോഗിക്കുന്നത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ്. വെറും വയറ്റിൽ ആരും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മണിയോ 11 മണിയോ 12 മണിയോ ഇനി നിങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞ് ഈവനിങ് വീട്ടിലോട്ട് കയറി വരുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈ ജിഞ്ചർ വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അത് നല്ലതുപോലെ ക്രഷ് ചെയ്തതിനു ശേഷം ചതച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. 1 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ഇത് തിളപ്പിക്കുക. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ സത്ത് മൊത്തം ആ ഒരു വെള്ളത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ഒപ്പം നിങ്ങൾ ക്രഷ് ചെയ്തിടുമ്പോഴേക്കും അതിന്റെ സത്ത് കൂടുതലായിട്ട് ഇതിലോട്ട് എത്തും. ക്രഷ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും നല്ലതുപോലെ അമ്മിയിലിട്ട് ചതച്ചിട്ടോ മിക്സിയിലിട്ട് ചതച്ചിട്ടോ നിങ്ങളത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ജിഞ്ചർ വാട്ടർ കുടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പീരിയഡ്സിന്റെ ബ്ലീഡിങ് നല്ലതുപോലെ തുടങ്ങിയ ദിവസം മുതൽ പീരിയഡ്സ് തീരുന്ന സമയം വരെ നിങ്ങൾ ജിഞ്ചർ വാട്ടർ കുടിച്ചാൽ മതിയാകും. അതിനുശേഷം നിങ്ങൾ പീരിയഡ്സ് തീർന്നതിന് ശേഷം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളത് കുടിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അതുപോലെ ഒരു ദിവസം 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1 ഗ്ലാസ് എന്നുള്ള കണക്കിൽ നിങ്ങൾ കുടിച്ചാൽ മതി. രാവിലെയും വൈകുന്നേരം അങ്ങനെ 2 നേരം 3 നേരം ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 1 നേരം മാത്രം നിങ്ങൾ ഈ ജിഞ്ചർ വാട്ടർ കുടിച്ചാൽ മതിയാവും കേട്ടോ. അതാണ് ഏറ്റവും ആദ്യം ഫോളോ ചെയ്യേണ്ട ടിപ്പ്. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഉണക്കമുന്തിരി വെള്ളവും ഗ്രാമ്പൂ വെള്ളവുമാണ്. ഉണക്കമുന്തിരിക്കും ഗ്രാമ്പൂവിനും സെപ്പറേറ്റ് ആയിട്ട് 2 ബെനിഫിറ്റുകളുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് ഗ്രാമ്പൂവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രാമ്പൂ നമ്മുടെ ഓവറീസിന്റെ ഓവറീസിന്റെ ഓവറോൾ ഫംഗ്ഷനെ ഏകീകരിപ്പിച്ചുകൊണ്ട് നല്ലതുപോലെ ഓവറി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഈ ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ക്വാളിറ്റിയുള്ള ശരീരത്തിൽ നിന്ന് ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ടും അത് എളുപ്പത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ളൊരു സപ്പോർട്ട് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്രാമ്പൂ വാട്ടർ കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇതിൽ പലതരത്തിലുള്ള കണ്ടന്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലെ ലൂട്ടനൈസിക് ഹോർമോണിന്റെയും ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെയും പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇത് ശരീരത്തിൽ കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഇഞ്ചി വെള്ളം വെറും വയറ്റിൽ കുടിക്കാത്ത ഒരു ഡ്രിങ്ക് ആണ്. പക്ഷേ ഗ്രാമ്പൂ വാട്ടർ നിങ്ങൾ എടുക്കേണ്ട
എടുക്കേണ്ടത് വെറും വയറ്റിൽ തന്നെയാണ്. കാരണം നമ്മൾ ഒരു പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് പിന്നെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ഒരു സെക്കൻഡ് ഡേ തേർഡ് ഡേ മുതൽ നമ്മുടെ ശരീരം ഫോക്കസ് ചെയ്യുന്നത് അടുത്തൊരു ഓവുലേഷന് വേണ്ടിയിട്ട് അണ്ടം പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം എടുക്കുമ്പോഴേക്കും അതിന്റെ ഗുണം ശരീരത്തിൽ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു കാര്യം എടുക്കുമ്പോഴേക്കും അതിന്റെ ഗുണം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലോട്ടും എത്തുന്നതിന് വേണ്ടിയിട്ട്, അത് ത്വരിതമായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം വെറും വയറ്റിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രാമ്പൂ എടുക്കുന്ന സമയത്ത് ഒരു 5-6 ഗ്രാമ്പൂ എടുത്ത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം അത് തലേ ദിവസം കുതിർത്താനായിട്ട് വെക്കുക. തലേ ദിവസം നിങ്ങൾക്ക് രാവിലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയമില്ലാത്തവരാണെങ്കിൽ രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുൻപ് ഇത് കുതിർത്താനായിട്ട് വെക്കുക. ദെൻ വൈകുന്നേരം നിങ്ങൾ വന്നിട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് ഇത് തിളപ്പിച്ച് വെക്കുക. ദെൻ പിറ്റേ ദിവസം രാവിലെ അത് അരിച്ചതിന് ശേഷം നിങ്ങളത് കുടിക്കാനായിട്ട് വെറും വയറ്റിൽ കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 4-5 ഗ്രാമ്പൂ എടുത്താൽ മതിയാകും. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും ലോ ഫ്ലെയിമിലിട്ട് കുതിർത്തിയ ആ ഗ്രാമ്പൂ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഗ്രാമ്പൂ കുതിർത്തിട്ട് എടുക്കുന്നതാണ് നിങ്ങൾക്ക് അതിന്റെ സത്ത് കൂടുതലായിട്ട് ശരീരത്തിലോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കുടിക്കാവുന്നതാണ്. അത് ഏകദേശം ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം നിങ്ങൾ എടുത്താൽ മതിയാകും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഗ്രാമ്പൂ വെള്ളം നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തത് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഉണക്കമുന്തിരി വെള്ളമാണ് കേട്ടോ. നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഉണക്കമുന്തിരി വെള്ളം. ഗ്രാമ്പു നമ്മളുടെ ഓവറീസിന്റെ പെർഫോമൻസ് നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുമ്പോഴേക്കും ഇവിടെ ബ്ലാക്ക് റൈസിൻ വാട്ടർ അല്ലെങ്കിൽ ഉണക്കമുന്തിരി വെള്ളം സഹായിക്കുന്നത് നമ്മുടെ സെക്ഷൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പല ആളുകളും ഓവുലേഷൻ ഡേറ്റ് ആണല്ലോ എന്ന് വിചാരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതും അതാ ചെയ്യാനായിട്ട് ആഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ നിങ്ങളുടെ സെക്ഷൽ ഡിസയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുമ്പോഴേക്കും അത് ഓവറോൾ നമ്മുടെ പെർഫോമൻസിൽ അത് കാണാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്ക് സെക്ഷൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുമ്പോഴേക്കും അവരുടെ സെർവിക്സിന്റെ ഭാഗം അല്ലെങ്കിൽ അവരുടെ വജൈനയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ലിക്വിഡ് ഇതിന്റെ എല്ലാത്തിന്റെയും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടാകും. സെർവിക്സ് നല്ലതുപോലെ ഓപ്പൺ ആകുമ്പോഴേക്കും ഒരുപാട് സ്പേം സെൽസിന് ഒരുപാട് വേഗത്തിൽ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഒരു ഒബ്സ്റ്റക്കിൾസും അതിനില്ലാതെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ശരീരത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സെർവിക്കൽ മ്യൂക്കസ് ക്വാളിറ്റിയോടുകൂടി പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും അത് എഗ് വൈറ്റ് ടെക്സ്ചറിൽ തന്നെ പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും അതുമൂലം നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് എഗ് വരുന്നത് വരെ സെമന് വെയിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു എനർജി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അത് മാത്രമല്ല ഇതിൽ ഒരുപാട് അമിനോ ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ കൺസെപ്ഷൻ ആകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് കേട്ടോ. ഗ്രാമ്പൂ വെള്ളം ഓവുലേഷൻ നടക്കുന്ന സമയം വരെ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ എന്ന് ആ ഒരു ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണല്ലോ. എന്നാൽ ഉണക്കമുന്തിരി വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ അടുത്തൊരു ഡ്രിങ്കിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു തമ്മില്. അതാണ് നമ്മുടെ മാതള നാരങ്ങ. മാതള നാരങ്ങ നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ശരീരത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ ശരീരത്തിൽ അനീമിയ ഉണ്ടാകുന്നതിനുള്ള ചാൻസസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. മാതള നാരങ്ങയുടെ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോഴോ മാതള നാരങ്ങ അല്ലാതെ നമ്മൾ ഫ്രൂട്ടായിട്ട് തന്നെ ഉപയോഗിക്കുമ്പോഴോ ഇത് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ടോ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് ആ ഒരു എംബ്രിയോ അവിടെ വളർന്നു തുടങ്ങുന്ന സിറ്റുവേഷനാണ്. ഈ സമയത്ത് എംബ്രിയോയിലോട്ട് വേണ്ടുന്ന എല്ലാ ന്യൂട്രീഷനും അതിലോട്ട് എത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രഗ്നൻസി അവിടെ സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോവുകയുള്ളൂ. എന്നാൽ ആ ഒരു ഫീറ്റസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് കിട്ടുന്നതെങ്കിൽ കുഞ്ഞ് അവിടെ വെച്ച് തന്നെ ശരീരത്തിൽ ആ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട ഒരു ആവശ്യകതയോ അവിടെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എക്സസൈസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. അതായത് മാതളനാരങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് ആകുമോ എന്നുള്ള സംശയം പലർക്കുമുണ്ട്. അങ്ങനെ സംശയമുള്ള ആളുകൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എടുത്തിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു ഗ്ലാസ് മാതളനാരങ്ങ ജ്യൂസ് അങ്ങനെ കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ജ്യൂസ് അടിച്ച് കുടിക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് മാതളനാരങ്ങ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ജ്യൂസ് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ സത്ത് നമുക്ക് നല്ലതുപോലെ കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ അതല്ലാത്ത രീതിക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇനി മാതളനാരങ്ങ ഉപയോഗിക്കാനായിട്ട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡ്രിങ്ക്സ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ പേടിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു പ്രഗ്നൻസി ആ മാസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെ പഴിക്കാനായിട്ടും നമ്മളെ സ്വയം പഴിക്കാനായിട്ടും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്.
പകരം നിങ്ങൾക്ക് ഞാൻ സെക്കൻഡ് ടോപ്പിക്കിൽ പറഞ്ഞ ഉണക്കമുന്തിരി വെള്ളം തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഗ്രാമ്പൂ അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കിയാലും നിങ്ങൾക്ക് ഉണക്കമുന്തിരി നിങ്ങളുടെ പീരിയഡ്സ് ആകുന്ന ദിവസം വരെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു 5 or 6 അല്ലെങ്കിൽ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ഉണക്കമുന്തിരി എടുത്തിട്ട് അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അതിൽ വൈറ്റ് കളറിലെ പൊടിയൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഓവർനൈറ്റ് നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുക. അതായത് തലേ ദിവസം രാത്രി നിങ്ങൾ നിങ്ങൾ ആ ഉണക്കമുന്തിരി ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ്സോ വെള്ളത്തിൽ നിങ്ങളത് ഇട്ട് വെക്കുക. ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മൊത്തം ആ വെള്ളത്തിലോട്ട് കിട്ടില്ല. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലോ 3/4 ഗ്ലാസ് വെള്ളത്തിലോ നിങ്ങൾ ആ ഉണക്കമുന്തിരി എടുത്ത് കുതിർത്താനായിട്ട് വെക്കുക. ദെൻ രാവിലെ എഴുന്നേറ്റിട്ട് എംപ്റ്റി സ്റ്റൊമക്ക് തന്നെ നിങ്ങളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്ലഡിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് അത് സഹായിക്കുക കേട്ടോ. അപ്പോൾ ഈ 4 ടിപ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഡോക്ടർ പറയുന്ന ഏത് ടിപ്പ് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഏത് മെഡിസിൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ ടിപ്സ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. ഇതൊട്ടും തന്നെ മായമില്ലാതെ നിങ്ങളുടെ ശരീരത്തിനെ ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചി വെള്ളം പീരിയഡ്സിന്റെ തീരുന്ന ദിവസം വരെയും ഗ്രാമ്പൂ വെള്ളം ഓവുലേഷൻ തീരുന്ന ദിവസം വരെയും എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.